യാക്കോബായ സഭാ പള്ളികളുടെ ഭരണം കൈമാറണമെന്ന് സുപ്രീം കോടതി. കൈമാറ്റം നടപ്പാക്കിയ ശേഷം 2 ആഴ്ചയ്ക്കകം സത്യവാങ്മൂലം നൽകണമെന്നും കോടതി. പ്രശ്നപരിഹാരത്തിനായി സംസ്ഥാന സർക്കാർ ഇടപെടേണ്ടത് അവസാന ഘട്ടത്തിലെന്നാണ് കോടതിയുടെ നിരീക്ഷണം. പോലീസിനെ നിയോഗിക്കുന്നതിലൂടെ സാഹചര്യം സങ്കീർണമാക്കുമെന്നും കോടതി വ്യക്തമാക്കി. കുറുക്കുവഴികളിലൂടെ വിഘടിത വിഭാഗത്തെ സഹായിക്കുന്നവർക്കുള്ള താക്കീതാണ് കോടതി വിധിയെന്ന് ഓർത്തഡോക്സ് സഭ പ്രതികരിച്ചു. സജു തോമസ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകും. സജു, നീണ്ടകാലത്തെ തർക്കത്തിൽ സുപ്രീം കോടതിയുടെ നിർണായകമായ ഇടപെടൽ, എന്തെല്ലാം കാര്യങ്ങൾ പരിശോധിച്ചാണ് സുപ്രീം കോടതി സുപ്രധാനമായൊരു ഉത്തരവിലേക്ക് എത്തിയത്? സൈഫുദ്ദീൻ, എറണാകുളം പാലക്കാട് ജില്ലകളിലെ 6 പള്ളികളുമായി ബന്ധപ്പെട്ട തർക്കമാണ് സുപ്രീം കോടതി വരെ എത്തിയത്. ഇതിപ്പോൾ യാക്കോബായ സഭയോട് കടുത്ത നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ആരാധനാലയത്തിന്റെ കാര്യമാണ്. അതുകൊണ്ട് തന്നെ പോലീസിനെ ആരാധനാലയങ്ങളിലേക്ക് പ്രവേശിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ നിയന്ത്രണം ഉണ്ടാകണം. അതുപോലെ തന്നെ സർക്കാരിന്റെ ഇടപെടൽ ഏറ്റവും ഒടുവിലത്തെ ഘട്ടത്തിലാണ് ഉണ്ടാകേണ്ടത്. അത് ആദ്യമേ തന്നെ, അല്ലെങ്കിൽ സർക്കാരിന്റെ ഇടപെടലും പോലീസിന്റെ ഇടപെടലും ഈ ദേവാലയങ്ങളുടെ കാര്യത്തിൽ ഉണ്ടായാൽ അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾക്കിടയാക്കും. അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങളൊക്കെയും സഭകൾ തമ്മിൽ പരിഹരിക്കണമെന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 1934 ഭരണഘടന അനുസരിച്ച് പള്ളികളുടെ ഉടമസ്ഥാവകാശം ആർക്കാണെന്നുള്ള കാര്യം വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ട് യാക്കോബായ സഭയ്ക്ക് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുള്ള രൂക്ഷ വിമർശനവും ഉണ്ടായിട്ടുണ്ട്. പോലീസിനെ നിയോഗിക്കുന്നതിനുള്ള സാഹചര്യം സങ്കീർണമാകുമെന്നും ഇപ്പോൾ സുപ്രീം കോടതി നിരീക്ഷിച്ചിരിക്കുകയാണ്. സാമ്പത്തിക ഭരണകാര്യങ്ങൾ കൂടി ഏറ്റെടുക്കാൻ സർക്കാരിനോട് ഇപ്പോൾ നിർദ്ദേശിക്കേണ്ട കാര്യമുണ്ടോ എന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിക്കുന്നു. എന്തായാലും അതായത് ഈ 6 പള്ളികളുടെ തർക്കവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുള്ള നിർണായകമായ നിരീക്ഷണം പ്രധാനമായിട്ടും വന്നിരിക്കുന്നത് ഈ പള്ളികളിലെ സ്കൂളുകൾ, സെമിത്തേരി എന്നിവ ഉൾപ്പെടെയുള്ള കാര്യത്തിൽ സംവിധാനങ്ങൾ എല്ലാ വിഭാഗത്തെയും ആരെയും വിലക്കരുത്. അതായത് ഇവിടേക്ക് വരുന്നതിലും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മരണങ്ങൾ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ആരെയും വിലക്കരുത് എന്നുള്ളൊരു നിർദ്ദേശം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. പള്ളികൾ മതസ്ഥാപനമാണ്, അവിടേക്ക് പോലീസിനെ അയക്കുന്നതിനോട് താല്പര്യമില്ല എന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. നമുക്കറിയാം, ഈ എറണാകുളം, പാലക്കാട് ജില്ലകളിലെ 6 പള്ളികളുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ സർക്കാരിനും അതുപോലെ തന്നെ യാക്കോബായ സഭയ്ക്കും ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് കോടതി അലക്ഷ്യ കേസിലുള്ള വിമർശനവും ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ചീഫ് സെക്രട്ടറി അടക്കമുള്ളവരെ ഹൈക്കോടതിയിലേക്ക് ഹാജരാകണം എന്നുള്ളതിനുള്ള സമയം ഇപ്പോൾ നീട്ടി നൽകിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ സുപ്രീം കോടതി സൂചിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സർക്കാരിന്റെ ഇടപെടൽ ഏറ്റവും ഒടുവിലത്തെ ഘട്ടത്തിലാണ് വരേണ്ടത്. പോലീസിനെ ഇത്തരത്തിൽ ആദ്യമേ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ക്രമസമാധാനം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പ്രവേശിച്ച് പോലീസ് ദേവാലയങ്ങളിലേക്ക് കയറുകയാണെങ്കിൽ അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് വഴികൊടുക്കും. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ സർക്കാർ ഇടപെടൽ ഉണ്ടാകേണ്ടത് ഏറ്റവും അവസാന ഘട്ടത്തിലാണ്. ഈ കാര്യങ്ങളൊക്കെയും സഭകൾ തമ്മിൽ പരിഹരിക്കണമെന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. യാക്കോബായ സഭാ തർക്കത്തിൽ പള്ളികളുടെ ഭരണം അതിപ്പോൾ ജില്ലാ കളക്ടർക്ക് നൽകണമെന്നും ഇപ്പോൾ സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. സജു, ഈ തർക്കത്തിൽ ഇപ്പോൾ ഇത് അവസാനത്തെ തീർപ്പല്ലേ? ഇനി യാക്കോബായ സഭയ്ക്കോ ഒപ്പം സർക്കാരിനോ നിയമ പോരാട്ടത്തിന് എന്തെങ്കിലും സാധ്യതകൾ ഇനിയും മുന്നിലുണ്ടോ? സൈബുദ്ദീൻ, തീർച്ചയായിട്ടും നിയമപോരാട്ടത്തിന് ഇനിയും സാധ്യതയുണ്ട്. എങ്കിൽ തന്നെയും ഇപ്പോൾ സുപ്രീം കോടതിയുടെ പ്രധാനപ്പെട്ട നിരീക്ഷണം വന്നിരിക്കുന്നത് ഇതിപ്പോൾ അംഗീകരിക്കണം, യാക്കോബായ സഭ ഇപ്പോൾ അംഗീകരിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുകയാണ്. അതിന് പ്രധാനമായിട്ട് സുപ്രീം കോടതി ചൂണ്ടിക്കാണിക്കുന്നത് കൈമാറ്റം നടപ്പാക്കിയ ശേഷം 2 ആഴ്ചക്കുള്ളിൽ സത്യവാങ്മൂലം നൽകണം. അതായത് ഈ 6 പള്ളികളും കൈമാറ്റം നൽകണം. അതിനുശേഷം സത്യവാങ്മൂലം നൽകണമെന്ന് ഇപ്പോൾ സുപ്രീം കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ താക്കോൽ ജില്ലാ കളക്ടർക്ക് കൈമാറാനാണ് ഇപ്പോൾ യാക്കോബായ സഭയ്ക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഓർത്തഡോക്സ് സഭയ്ക്ക് ആരാധനയ്ക്കുള്ള സൗകര്യം ഒരുക്കണമെന്ന് സുപ്രീം കോടതി പറയുമ്പോൾ തന്നെയും ഇത്തരത്തിലുള്ള, ഞാൻ മുൻപ് പറഞ്ഞ പോലത്തുള്ള കാര്യം, അതായത് പോലീസും സർക്കാരും ഒക്കെയും ഇത്തരം കാര്യങ്ങളിൽ ഇടപെടേണ്ടത് ഏറ്റവും ഒടുവിലത്തെ ഘട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇത് അംഗീകരിക്കണമെന്നാണ് ഇപ്പോൾ യാക്കോബായ സഭയോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്തായാലും സുപ്രീം കോടതിയുടെ തീരുമാനം അന്തിമമായിട്ട് മാറിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ ഈ ചീഫ് സെക്രട്ടറി ഹാജരാകുന്ന കാര്യങ്ങളടക്കമുള്ളവയിൽ ഇപ്പോൾ സുപ്രീം കോടതി സമയം നീട്ടി നൽകിയിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് തുടർ നീക്കങ്ങൾ എന്തെങ്കിലും ഇനിയിപ്പോൾ ഈ സഭകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമോ എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. സൈഫുദ്ദീൻ, സുപ്രീം കോടതിയുടെ ഉത്തരവ് സർക്കാരിന് ഏതെല്ലാം തരത്തിലാണ് തിരിച്ചടിയാകുന്നത് സജു? പ്രത്യേകിച്ചും അവസാനത്തിലെ ഇടപെടൽ ആദ്യമേ നടത്തിയെന്നുള്ളൊരു വിമർശനം സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായല്ലോ. അപ്പോൾ സുപ്രീം കോടതി വിഷയത്തിൽ യാക്കോബായ സഭയ്ക്കൊപ്പം നിന്നു, അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചു. അതേതെല്ലാം തരത്തിൽ വിമർശന വിധേയമായി ഇന്ന് സുപ്രീം കോടതിക്കകത്ത്?
അതായത് സൈഫുദ്ദീൻ ഈ കേസുമായി ബന്ധപ്പെട്ട് മുൻപോട്ട് പോകുമ്പോൾ ആദ്യം തന്നെ കഴിഞ്ഞ തവണ ഇത് ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട് ചീഫ് സെക്രട്ടറി ഹാജരാകണമെന്ന് ഹൈക്കോടതി വിധി ഉണ്ടാവുകയും അതിനെ അപ്പീലുമായിട്ടാണ് സുപ്രീം കോടതിയിലേക്ക് എത്തുന്നത്. അന്ന് മുതൽ തന്നെ സർക്കാരിന്റെ നിലപാട്, അതായത് ഒരു സഭയ്ക്കൊപ്പം നിൽക്കരുത് എന്നുള്ള കാര്യത്തിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെയും അഭിമുഖീകരിച്ചിരുന്നു. എന്നാൽ അതിപ്പോൾ സുപ്രീം കോടതി പ്രധാനമായിട്ടും വന്നത് അങ്ങനെ ഒരു സഭയ്ക്ക് വേണ്ടിയല്ല സർക്കാർ നിൽക്കേണ്ടത്. പ്രത്യേകിച്ച് സർക്കാരിന് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാകും, പക്ഷേ അത് ഭരണപരമായ കാര്യങ്ങളിലോ അല്ലെങ്കിൽ ഭരണ നിർവഹണ കാര്യത്തിലോ അത് ഉൾപ്പെടുത്താൻ സാധിക്കില്ല എന്നുള്ള ഒരു നിരീക്ഷണം ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുകയാണ്. തർക്കം നിലനിൽക്കുന്ന 6 പള്ളികൾ ഓർത്തഡോക്സ് സഭയ്ക്ക് വിട്ടു നൽകണമെന്ന് ഇപ്പോൾ പറയുമ്പോൾ തന്നെ പ്രശ്ന പരിഹാരത്തിനായി സംസ്ഥാന സർക്കാർ ഇടപെടേണ്ടത് അവസാന ഘട്ടത്തിലാണെന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി ഇപ്പോൾ സൂചിപ്പിച്ചിരിക്കുന്നത്.